ഹായ്, മോട്ടോ 1 ഫ്യൂഷൻ പ്ലസിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി അതേപോലെ തന്നെ ക്യാമും തന്നെയാണ്. ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 16 MP ക്യാമറയും അതേപോലെ തന്നെ ബാക്കിൽ 4 ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വരുന്ന പ്രൈമറി ക്യാമറ 64+8+5+2 ആണ് വരുന്നത്. അപ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ ഫിംഗർ പ്രിൻ്റ് പുറകിലാണ് വരുന്നത്. അതേപോലെ തന്നെ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6GB റാം 128 ആണ് അവൈലബിൾ ആവുന്നത്. എക്സ്പാൻഡബിൾ അപ് ടു 1 TB ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൽക്കൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വരുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ ഫുൾ HD+ ഡിസ്പ്ലേ 1080p ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ സ്പീക്കർ മോട്ടോൻ്റെ യൂസറാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം അത്രയും അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് വരുന്നത്. ഹൈഫൈ സ്പീക്കേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ട്വിലൈറ്റ് ബ്ലൂവും മൂൺലൈറ്റ് വൈറ്റും ആണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ബാറ്ററിയാണ്. 5000 mAh ഞാൻ പറഞ്ഞല്ലോ. ഫാസ്റ്റ് ചാർജിങ് 0% to 100% 15 മിനിറ്റ്സ് 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ്. ടെർബോ പവർ ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ ബോഡിയിലാണെങ്കിൽ 1.43, ഹെഡിലാണെങ്കിൽ 0.52 ആണ് വരുന്നത്. സ്ലിം സ്ലോട്ട്സ് ഹൈബ്രിഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഒതുങ്ങുന്ന ഫോൺ തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. റെഡ്മി 9 Pro Max എന്ന് പറഞ്ഞൊരു ഫോണും അതേപോലെ തന്നെ ഈ ഫോണും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും ഷോപ്സിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രൈസ് റേഞ്ചാണ്, സെയിം ക്വാളിറ്റീസ്, സെയിം സ്പെക്സും കാര്യങ്ങളുമാണ്. ഇതിനാകെ ഉള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് 16 MP പോപ്പപ്പ് ക്യാമറ. ഈ ക്യാം മാത്രമാണ് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ. ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഫോൺ എടുക്കാൻ കൂടുതൽ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കിങ് ആയിട്ടുള്ള ഒരു ഫോൺ ഇറക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മോട്ടോൻ്റെ എല്ലാ ഫോണിനും അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോണാണ് മിഡ് റേഞ്ചിൽ വരുന്നത്, നല്ല സ്പെക്സും അതേപോലെ തന്നെ കുറഞ്ഞ റേറ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇനി കൂടുതൽ റിവ്യൂസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, എങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് അയയ്ക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഫോൺസ് എങ്കിലും റിലീസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യുക. ഞാൻ അതിൻ്റെ റിവ്യൂ തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോറി ഗായ്സ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഉണ്ടാവും ഡിസ്പ്ലേക്ക്. ഫോൺ കയ്യിൽ ഒതുങ്ങാണ്ടൊന്നുമില്ല, അധികം തിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കുറച്ച് ഡിസ്പ്ലേ കുറച്ച് വലുതാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.